സാംബയിൽ ഇന്നലത്തെ നുഴഞ്ഞുകയറ്റത്തിന് പിന്നിൽ പാക് റേഞ്ചേഴ്സ് ആണ് എന്ന് സ്ഥിരീകരിക്കുന്നു. പാക് റേഞ്ചേഴ്സിന്റെ പോസ്റ്റ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF തകർത്തിരിക്കുന്നു. 7 ഭീകരരെയും വകവരുത്തി എന്ന പുതിയ വിവരമാണ് വരുന്നത്. സാംബയിൽ ഇന്നലത്തെ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി BSF പാക് റേഞ്ചേഴ്സിന്റെ പോസ്റ്റ് തകർത്തു. 7 ഭീകരരെയും വകവരുത്തി എന്ന വിവരമാണ് വരുന്നത്. ഇന്നലെ രാത്രി 11 മണിക്കായിരുന്നു സാംബ വഴി നുഴഞ്ഞു കയറാൻ പാക് റേഞ്ചേഴ്സ് ശ്രമിച്ചത്. ആ ശ്രമം ഇന്ത്യയുടെ BSF പരാജയപ്പെടുത്തിയിരിക്കുന്നു. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നുഴഞ്ഞുകയറ്റ ശ്രമം പൂർണ്ണമായും പരാജയപ്പെടുത്തുകയും 7 നുഴഞ്ഞുകയറ്റക്കാരെയും വധിക്കുകയും ചെയ്തു. പാക് റേഞ്ചേഴ്സിന്റെ പോസ്റ്റ് BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് തകർക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട വാർത്തയാണ്. ഞാൻ ഇന്നലത്തെ സൂപ്പർ പ്രൈം ടൈമിൽ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഇങ്ങനെ അശാന്തമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രോക്സി വാർ കൂടി നടത്തും. നുഴഞ്ഞുകയറ്റക്കാരെ ഒരു സമയത്ത് വെടിവെപ്പ്, ബാക്കിയുള്ള സമയത്ത് ഈ നുഴഞ്ഞുകയറ്റക്കാരെ കൂടി കയറ്റി ഭീകരാക്രമണം ഇന്ത്യൻ ഭൂഭാഗങ്ങളിൽ സംഘടിപ്പിക്കുക എന്ന ഒരു പദ്ധതി കൂടി പാകിസ്ഥാൻ നടത്താറുണ്ട് സാധാരണ. കാർഗിൽ വാറിന് തൊട്ടുമുൻപുള്ള അന്തരീക്ഷം നമ്മൾ വലിയ സൗഹൃദത്തിൽ സമാധാന കാലമായിരുന്നു. സമാധാനപരമായ ചർച്ചകൾ രാജ്യങ്ങൾ തമ്മിൽ നടക്കുകയായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി ലാഹോറിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി ഊഷ്മളമായ സൗഹൃദമുണ്ടാക്കുന്നു. അങ്ങനെ സൗഹൃദത്തിന്റെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് പാകിസ്ഥാൻ കാർഗിലിൽ നുഴഞ്ഞു കയറിയത്. അങ്ങനെ സമാധാന കാലത്തും ഒരു വ്യത്യാസവുമില്ല പാക് നടപടിക്ക്. ഇപ്പോൾ യുദ്ധാന്തരീക്ഷത്തിൽ, സംഘർഷാന്തരീക്ഷത്തിൽ പ്രത്യേകിച്ചും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉൾപ്പെടെ സജീവമാക്കുകയാണ് പാകിസ്ഥാൻ. അതിനെ കർശനമായി നേരിടുക എന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ വികാരം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF ഇന്നലെ ആ ജോലി കൃത്യമായി നിർവഹിച്ചിരിക്കുന്നു. 7 ഭീകരരെയും വകവരുത്തി പാക് റേഞ്ചേഴ്സിന്റെ പോസ്റ്റ് തകർക്കുകയും ചെയ്തിരിക്കുകയാണ് BSF.